നമസ്കാരം. 2026 ഇടവക്കൂറുകാരുടെ മെയ് മാസ ഫലത്തെ പറ്റിയാണ് പറയുന്നത്. നിലവിലുള്ള ഗ്രഹസ്ഥിതിയെ പറ്റി നോക്കാം. രവി മേടത്തിലും ഗുരു മിഥുനത്തിലും ശുക്രൻ ഇടവത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ശനിയും ബുധനും ചൊവ്വയും മീനത്തിലുമാണ്. മെയ് 11 കുജൻ മേടത്തിലേക്കും മെയ് 14 ബുധൻ ഇടവത്തിലേക്കും മെയ് 15 ആദിത്യൻ ഇടവത്തിലേക്കും മെയ് 29 ബുധൻ മിഥുനത്തിലേക്കും സംക്രമിക്കപ്പെടുന്നുണ്ട്. നിലവിലുള്ള ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും അനുസരിച്ച് ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമല്ലെങ്കിലും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായി വരുമാനം വർദ്ധിക്കുന്നതും നിക്ഷേപം കൂടുന്നതും സമയം കൂടിയാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നേടുവാനും സാധിക്കുന്നതാണ്. ജോലി സംബന്ധമായി ഉത്തരവാദിത്വം കൂടുന്ന സമയം കൂടിയാണ്. വിവിധ രീതിയിലുള്ള വരുമാന സ്രോതസ് ഉണ്ടാകുവാനും നിക്ഷേപം ഉണ്ടാകുവാനും പറ്റിയ ഒരു സമയമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം സുഖകരമായിരിക്കും. സന്തോഷപ്രദമായ ഒരു ജീവിതമായിരിക്കും ഇവർക്ക് ഈ സമയത്ത്. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ തീരുമാനമാവുകയോ വിവാഹം നടക്കുകയോ ചെയ്യുന്നതാണ്. പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല. ധനപരമായി പുരോഗതി ഉണ്ടാവുന്നു എങ്കിലും ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വീട് വെക്കുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകുവാനും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും പുതിയ കോഴ്സിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. പേരും പ്രശസ്തിയുമൊക്കെ ഈ സമയത്ത് വന്നു ചേരാം. അവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി ഈശ്വരാരാധന നടത്തുന്നതും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ശിവക്ഷേത്ര ദർശനം നടത്തുകയും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം എള്ളുതിരി എന്നിവ കത്തിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഈ സമയത്തുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്.